ഒരാൾ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ കടം കൊടുക്കണം. കടം കൊടുക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ കൊടുക്കണം. നമുക്ക് വേണ്ടപ്പെട്ടവർക്കാണ് നമ്മൾ കടം കൊടുക്കണം. പക്ഷേ നമുക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്നറിയാമോ? നമ്മൾ കടം കൊടുക്കും. അവർ ചിലപ്പോൾ നമ്മൾ പറയും, എടാ ഒരാഴ്ച കഴിഞ്ഞ് ഓടാൻ നിനക്ക് ഞാൻ പൈസ തരാം, നീ എനിക്കൊരു 1000 രൂപ ഉണ്ടെങ്കിൽ അയച്ചാൽ. അങ്ങനെ നമ്മൾ പൈസ അയച്ചു. അതായത് നമ്മൾ സുഹൃത്തിൻ്റെ ബന്ധം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്നേഹബന്ധം കൊണ്ടോ നമ്മൾ പൈസ കടം കൊടുക്കും. പൈസ കടം കൊടുത്തിട്ട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയത്തായിരിക്കും പൈസ കടം കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും മറിച്ചെങ്കിലും 1000 രൂപ ഇട്ട് കൊടുക്കും. ഒരാഴ്ച കഴിയും. നമ്മൾ ഒരാഴ്ച വരെ ചോദിക്കില്ല, കാരണം അവർ ഒരാഴ്ച അവധി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരാഴ്ച വരെ ചോദിക്കില്ല. ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് അനക്കമൊന്നും കാണൂല. പിന്നെ നമ്മൾ 2 ദിവസം വരെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. കാരണം നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തകരണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബന്ധം തകരണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ 2 ദിവസം കണ്ണടച്ചങ്ങ് പോകും. 3 ദിവസമായി, 4 ദിവസമായി, ഒരനക്കവും കാണൂല. നമ്മൾ പിന്നെ വിളിക്കാൻ തുടങ്ങും. ഒന്നല്ലേ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ കാണുമ്പോൾ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ നമ്മൾ അവരെ നിന്ന് കടം വാങ്ങിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്ന അവസ്ഥയായിപ്പോവും. പിന്നെ നമ്മൾ പൈസ ചോദിച്ചു പോയി, പിന്നെ അവരെ മുഖഭാവം മാറും, പിന്നെ സ്വഭാവം മാറും, ദേഷ്യമാവും, പിണക്കമാവും. മറ്റത് നമ്മൾ ആര് ചോദിച്ചാലും, ബന്ധു ആയിക്കോട്ടെ, സുഹൃത്തായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി പൈസ ഇല്ല, നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിലാണ്. മനസ്സിലായില്ലേ? ആദ്യത്തെ ആ ഒരു 5 മിനിറ്റേ കാണും ആ പ്രശ്നം. അത് കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് തീരും. മറ്റേത് നമ്മൾ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് കൊടുത്ത ആൾക്കാർക്കൊക്കെ അനുഭവം ഉണ്ടായിരിക്കും. എനിക്കും ഈ അബദ്ധം പറ്റി. അതുകൊണ്ടാണ് പറഞ്ഞത്, 1, 2 അല്ല, 4, 5 അബദ്ധമായി. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പൈസ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത് ദേഷ്യമായി, വൈരാഗ്യമായി. പിന്നെ അപ്പുറത്ത് പോയി കുറ്റം പറയും, ഇപ്പുറത്ത് പോയി കുറ്റം പറയും, ബന്ധുക്കളടുത്ത് കുറ്റം പറയും. അവൻ്റെ അടുത്ത് ഒരു 1000 രൂപ ചോദിച്ച് ഉടനെ തിരിച്ച് ചോദിച്ചു എന്നേ പറയും. നമ്മൾ ചോദിക്കുന്ന എപ്പോഴായിരിക്കും? ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ അവിടെ പോയി പറയണ എന്തിനായിരിക്കും? പൈസ കടം തന്ന് എന്ന് പറയുമ്പോൾ വന്ന് ചോദിച്ചത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ജീവിതത്തിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ആര് കടം ചോദിച്ചാൽ ഇല്ല, പണിയില്ല, ജോലിയില്ല, കയ്യിലൊന്നുമില്ല, ഞാനിതാ ഇപ്പം കടം മറിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നൈസായിട്ട് ഒഴിവാക്കിയാൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം, തിരിച്ച് തരും എന്ന് ഉറപ്പുള്ളവർക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ, ധൈര്യമായിട്ട് കൊടുക്കാം. കാരണം നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ചോദിക്കേണ്ടതാണ്. അല്ലാതെ നമുക്ക് തിരിച്ച് കിട്ടൂല എന്ന് ഉറപ്പുള്ള ആളുടെ കൊടുക്കുകയേ ചെയ്യില്ല. ചിലപ്പോൾ ആദ്യത്തെ അനുഭവമായിരിക്കും, അതോടെ നമ്മൾ പഠിച്ചോളും. പിന്നെ കൊടുക്കല്ലേ. ഓക്കെ, ചിലപ്പോൾ 1000, 500 നമ്മളെ കയ്യിൽ നിന്ന് പോകും. പിന്നെ വന്ന് ചോദിച്ചാൽ പോലും കൊടുക്കല്ലേ. എത്ര കടമെന്ന് പറഞ്ഞാൽ പോലും കൊടുക്കല്ലേ.